എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം നമുക്ക് നമ്മളെ ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ട് അതിനെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. വളാഞ്ചേരിന്ന് സൈഫുന്നീസ് ഓളെ ഫ്രണ്ടും വരുന്നുണ്ട്. സൈഫുന്നീസാക്ക് നമ്മളെ ഗ്രൂപ്പിലുള്ള കേട്ടോ, നമ്മളെ തല്ലുമാല പറഞ്ഞ ഗ്രൂപ്പുണ്ട് നമുക്ക് യൂട്യൂബേഴ്സിന്, ആ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ഇടലില്ല. അപ്പം പിന്നെ ഓളെ അമ്മായിമ്മേനായിട്ട് ഓള് RCC ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് നല്ല പരിചയമാണ് ഓളെ. അല്ലമ്മ അങ്ങനെ ഉണ്ട്. അവിടുന്ന് 1-2-3 പ്രാവശ്യം ഞങ്ങൾ രാത്രിയൊക്കെ ഓളം അമ്മായിമ്മ അവിടെ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മേനെ കീമ ചെയ്യുന്നതുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവിടുന്ന് രാവിലെ ഫുള്ള് പരിചയമാണ്. അപ്പോൾ വളരെ അടുപ്പായി. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പെരുന്തലെണ്ണ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെന്താ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കില്ലേ? പിന്നെ സ്വാതി അതേപോലെ ഹൈദരാബാദിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഷിജീൻ്റെ ചേച്ചീൻ്റെ 2 കുട്ടികളുണ്ട്. ചേച്ചിയൊക്കെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചു വീട്ടുകാർ വന്നില്ലെന്ന്. എല്ലാവരും വന്നിട്ടുണ്ട്. ചേച്ചി അമ്മയപ്പം അതുപോലെ ഒന്നും കാണിച്ചില്ല, പക്ഷേ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും. പിന്നെ ഷിജീൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഇന്നലത്തെ വീടില്ലേ, ഇന്നലത്തെ വിശേഷത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ചോദിക്കില്ലേ, അറിയാം. എല്ലാവരും ചോദിച്ചിരുന്നു. അമ്മ ഉണ്ടായിരുന്നു, അനിയ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി 2 മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് വീഡിയോയിൽ പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ കഴിയുന്ന പരമാവധി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൂസാണ് എടുത്തിരുന്നത്. സന്തോഷമായിരുന്നു. ആ തിരക്ക് കൂടെ വീഡിയോ എടുക്കാനും രണ്ടാക്കും പറ്റാത്തത് തന്നെ അപ്പൂസാണ് എടുത്തത്. അപ്പൂസിനെ കൊണ്ട് കഴിയുന്ന പോലെ അവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരാളെ വെച്ചെടുക്കിപ്പോ നമുക്ക് കഴിയില്ല. അപ്പൊ നമുക്ക് കഴിയുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വെച്ചാല് നടക്കും. പക്ഷെ അവിടെയും ഭക്ഷണം കാര്യങ്ങളൊക്കെ പിന്നെ ഭക്ഷണം കാണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം അടുത്ത വീട്ടില് നമ്മൾ മലപ്പുറം വടക്കിന് മറ്റൊരു ചാനലുണ്ട്, ഓളെ വീട്ടിലായിരുന്നു പന്തല്. അപ്പൊ അവിടേക്കും ഇവിടേക്കും കൂടി പോയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എപ്പോഴും ഞങ്ങൾ ഓരോ പണികൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരിക്കലും ശരിക്കും സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഇപ്പോഴും വളരെ ക്ഷീണത്തിലാന്ന് പറയാൻ കാരണം വാട്സപ്പിൽ കുറെ ആൾക്കാരുണ്ട്, മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ വീഡിയോസിൽ കുറെ കമന്റ് ഉണ്ട്, അതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഓരോ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് കൊടുക്കാത്തത് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഫ്രീ ആയിട്ട് വരാട്ടോ. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഇതുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ യൂസഫ് നീലഗിരിൻ്റെ വീട്ടിൽ നിന്ന് വരൂർക്ക് മദ്രസയിൽ പരീക്ഷ ലാസ്റ്റ് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച എല്ലാ മദ്രസയിലും. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വേറെ എന്തൊരു പരിപാടി കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഇന്നൊക്കെ ഭയങ്കര നമ്മളെ സ്കൂളിൽ വാർഷികമാണ്, നാളെ ശിവരാത്രി. അപ്പോൾ അങ്ങനെ ഓരോ തിരക്കുകൾ ഓരോ സ്ഥലത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ പോകാണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ കുറേ ആൾക്കാർ നമുക്ക് സമ്മാനം തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ തുറന്ന് നോക്കി ഓപ്പൺ ആക്കിയിട്ടില്ല. അതൊക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അടുത്ത വിശേഷത്തിൽ വരണ്ട്. ഇപ്പം നമ്മളെ ഫ്രണ്ട് വരുന്ന വിശേഷമൊക്കെ ആയിട്ട് നമ്മൾ വിശേഷം ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു വന്നിട്ട് കാണാം അല്ലേ. എന്താ നമ്മളെ ഫ്രണ്ടുകൾ വരുമ്പോഴത്തേന് നെയ്ച്ചോറാട്ട് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും കടായിയോ? കടായി നമ്മളെ ഫംഗ്ഷന് ഉണ്ടാക്കിയത് അതാണ്. അപ്പോൾ കടായി എന്ന് പറയുന്നത് കടായി ഒന്നും അല്ല കേട്ടോ. സൈഫുന്നീസ് ഓടോ? ഇത് സാധാ കറി കേട്ടോ അല്ലെ, കിഴങ്ങുള്ളിലേക്ക് ഇട്ടിട്ട്. ഇല്ലല്ല, കിഴങ്ങിട്ടിട്ടില്ല. നെയ്ച്ചോറും ഒരു ചിക്കൻ കറി. പിന്നെ നമ്മൾ വത്തക്ക വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടൊരു ജ്യൂസ് അടിക്കണം. ഓളൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് അല്ലേ. ഒന്നും വേണ്ട, സന്തോഷമായിട്ട് ഒരു സാധനം വേണ്ട, പെട്ടെന്നൊന്ന് പോകും, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ട. പക്ഷെ എന്നാലും ചെറുത് അല്ലേ, നമുക്ക് കഴിയണ പോലെ സെറ്റ് ആക്കിട്ട് എന്നാല് ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ കാണിക്കണ്ട. നെയ്ച്ചറും കടായിയാണ്. ഇനി ഇവിടെ എന്താ പരിപാടി? മുറിക്ക. സ്വാതി ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്വാതി ഹായ് എടുത്ത അവിടുന്ന് ഇങ്ങനെ ആകണേ. നമ്മളെ വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ കുട്ടികളാണ് അത് രണ്ടും. ഉണ്ണി എന്നാണ് കഴിക്കാം, അവന് കുറവാണ്. കണ്ണ ചോർന്നോ? ഞാൻ കൊറേ വട്ടം കണ്ടിട്ടുണ്ട്. കുറവാണ് മാസ്ക് ഇട്ടൊക്കെ. മാസ്ക് അവിടെ വരുന്നുണ്ട്, കയ്യിലേറെ കുറവാണ്. നമ്മളെ അർച്ചിച്ചുണ്ടല്ലേ. അമ്മയ്ക്ക് അറിയാന്നേ, അമ്മ ഉമ്മാന്റെ വർത്താനം ചോദിക്കലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. കണ്ടില്ലേ ഇപ്പൊ
വണ്ടി പോയി ഓട്ടോറിക്ഷ ഒരു വാളാഞ്ചേരുന്നവരാണ് എന്നാ സേഫ് നിസാനെ കാണിക്കാം ഫ്രണ്ടിന് രണ്ടാൾക്കാരുണ്ടായിരുന്നില്ല അപ്പൊ ഒരാളെ കാണിച്ചില്ല, ഒരാളെ നമ്മളഞ്ഞ് അവളെ വീട്ടിലേക്ക് നമ്മളെ പോകുന്നുണ്ട് കാണിക്കാം. ഞങ്ങള് ഇപ്പൊ തുടങ്ങിയ പരിചയം ഒന്നല്ല കേട്ടോ, ഞങ്ങൾ അമ്മ RCCയിലായി തുടങ്ങിയ പരിചയമാണ്. പിന്നെ ഫോൺ വിളിയും എല്ലാതും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കമ്പനി ഇന്നലെ ഹൗസ് വാമിൽ വരാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് വഴിയൊക്കെ ചോദിച്ച് വന്നു അല്ലേ, പറയുന്നേരം ഇരുന്ന് പോയില്ലേ. പിന്നെ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഉള്ള സംസാരിച്ച് നമ്മള് കുറച്ചു നേരം സംസാരിക്കാനാണ് വരുന്നത്. അപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന് കരുതി നമ്മൾ എടുത്തില്ല, ഭക്ഷണം കഴിക്കണമൊന്നും എടുത്തില്ല. അപ്പൊ ഇനി കൊടുന്ന സമ്മാനം, വലിയ സമ്മാനം തന്നിട്ടുണ്ട് അല്ലേ അപ്പൂസ. സാധ്യ ഉണ്ട് ഇവിടെ എല്ലാവരും. സമ്മാനം പൊളിക്കണം അപ്പൂസല്ലേ അപ്പൂസ. ഓ ഇല്ലാത്ത സമ്മാനം നമ്മളെ വീട്ടിലല്ലേ, കപ്പുകളും നോക്കട്ടെ. പൊട്ടും കപ്പുകള്, ഇതിന്റെ അടപ്പ്, അതൊക്കെ ചായ അടിക്കാൻ 6 ഇതെടുത്ത പൂസ. ഇതിന്റെ അടപ്പ് ഇതിന്റെ ഭാഗം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ഒന്നും വേണ്ട പറഞ്ഞിട്ട് കൊണ്ടിട്ടുണ്ട്. ആ സൈഡ് കുറച്ചുള്ള ഇഷ്ടം പോലെ ഒപ്പിക്കണ സാധനമുണ്ട്, മെല്ലൊക്കെ പറ്റുള്ളൂ. അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂടുതൽ നമ്മൾ ലെങ്ത് ആക്കണമല്ലോ, കുറച്ച് സമ്മാനോടെയും കാണിക്കല്ലേ. അപ്പൊ കുറച്ച് സമ്മാനോടെയും കാണിക്കല്ലേ, ഞങ്ങൾക്ക് റൂമിലേക്ക് അങ്ങോട്ട് പോവാം. 2 ദിവസത്തിന് ശേഷം നമ്മള് വിശേഷം എടുക്കണേ. കുറച്ച് സമ്മാനം കൂടി കാണിക്കാനുണ്ടായിരുന്നു, എല്ലാം കൂടി നമുക്ക് അപ്പൊ കാണിക്കാൻ പറ്റാതെ ആയിട്ടോ. പിന്നെ ഇന്നലെ വിരുന്നാരൊക്കെ വന്നപ്പോ നമ്മള് വിരുന്നാര് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വിരുന്നാരാണ്. സൈഫുന്നീസ കൊണ്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, കാരണം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മള് വേറെ വിശേഷത്തില് പോയി, സമ്മാനങ്ങളൊക്കെ കാണിച്ച് പിന്നെ നമ്മള് ഫുള്ള് വിശേഷം ഫുള്ള് സമ്മാനം കാണിക്കാന്ന് കരുതി നീട്ടിക്കൊണ്ടല്ല. അത് അപ്പൂസിന്റെ ഫ്രണ്ടല്ലേ, അപ്പൂസിന്റെ ഫ്രണ്ടാണ്. 2 ഫ്രണ്ട്സ്, രണ്ടാളെ പേര് പറയും. എന്താണ്, ഏത് ഫ്രണ്ട്സാ തന്നെ? സായന്ത്. ഇപ്പൊ പേര് ഇനി പറയണില്ല, കാരണം എല്ലാവർക്കും പേര് പറഞ്ഞിട്ടല്ലേ ഒരു ഇതുണ്ട്. കാരണം പേര് വായിക്കില്ല കേട്ടോ, നീ സമ്മാനം എന്നെ കാണിച്ചു തരാം. എന്താന്നറിയോ, എല്ലാരും സമ്മാനം വ്യത്യസ്താവൂലേ. അപ്പൊ ഇങ്ങനെ സമ്മാനം കാണിക്കുന്ന സമയത്ത് ചിലർക്ക് അത് എന്തൊക്കെയായിട്ട് തോന്നുകയാണ്. അപ്പൊ അങ്ങനെ വായിക്കേണ്ടെന്നൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമ്മാനം തന്ന ആളെ പേര് പറയണില്ല, സമ്മാനങ്ങൾ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പൊ ഇത് പിന്നെ അപ്പൂസിന്റെ ഫ്രണ്ടാണ്, സായന്ത് ക്ലാസ്മേറ്റ് ആണ്, അവന്റെ ഒപ്പമുള്ള കേട്ടോ. പിന്നെ ഇത് ഇതാട്ടോ, നമുക്ക് കുറച്ച് കപ്പും അതുപോലെ അതിക്കുള്ള കുറച്ച് ഇങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങളുണ്ട് കേട്ടോ, പൊട്ടണ പാത്രങ്ങളാണ്. പിന്നെ ഇതാട്ടോ ക്ലോക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ക്ലോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണാഞ്ജലിന്റെ ക്ലോക്ക് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമുക്ക് അതിന് മുന്നേ നമുക്ക് കോട്ടയ്ക്കത്ത് ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അത് ഇതുവരെ നമുക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെക്കാനുള്ളതാണ്. ഇതുണ്ടോ
കൊണ്ടുവരുമോ നോക്കണം നോക്ക് കൊണ്ടുവരും കാലൊക്കെ നീട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമുക്ക് ഇതേപോലെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗിഫ്റ്റ് ഒരു പാത്രമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് പേരില്ലാത്തൊരു പാത്രമാണ്, ഇതിപ്പോ എന്താ പേരില്ലാത്തെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഇവരെ പാത്രമായിരുന്നു കേട്ടോ. പിന്നീട് ഒരമ്മ മെസ്സേജ് അയച്ചത് ഞങ്ങളായിരുന്നു ഷിക്കേച്ചി അത് എന്ന് പറഞ്ഞത്. അപ്പൊ അത് കുണ്ട്രുവിന്റെ പാത്രമായിരുന്നു. കൊണ്ടുവരുമോ അല്ലേ? ആ അപ്പൊ അങ്ങനെ ഒരു ഫ്രോക്ക് ഇതാട്ടോ വാങ്ങി റെഡിക്ക് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോഡലില് വേറെ അടിപൊളി വേറെ ഉണ്ട് ഒരു ഫ്രോക്ക്. നാല് ഫ്രോക്ക് ആദ്യം കിട്ടിയത് കണ്ടോ? തട്ടിയാ കൊറേ വീഡിയോയിൽ കണ്ടിട്ട്. പിന്നെ ഇതാ നമ്മളെ ഇത് പിന്നെ പേര് പറയട്ടെ, നമ്മളെ അഭിനന്ദു ഫാമിലി വ്ളോഗാണ്, യൂട്യൂബ് ചാനലാണ്. പിന്നെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാ നല്ലൊരു പാത്രം ഇതൊക്കെ ഉണ്ടോ? ഇല്ലാത്തൊരു പാത്രം ഇല്ലാത്തൊരു പാത്രം കേട്ടോ. കോഴിക്കോടാണ് അഭിനന്ദു ഫാമിലി. കറി വെക്കണ്ടേ? ഒരു കണ്ടി കൊടുത്തപ്പോ അവരത് ബീച്ചിലൊക്കെ നോക്കണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലാണ് റാബി നൗഷു കേട്ടോ. റാബി നൗഷുവിന്റെ പാത്രമാണ്. പാത്രം ഇത് മാത്രല്ല കേട്ടോ, ഇതിന്റെ ഒപ്പതാ കൊറേ കുഞ്ഞു കുഞ്ഞു ചാനലുകാരുടെ പേര് മാത്രം പറയാണെന്ന് പറയരുത്. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ വാട്സാപ്പ് ചെയ്തിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ചേച്ചീന്റെ മോൻ വിളിക്കണ്ടല്ലേ? ചേച്ചീന്റെ കുട്ടി വരുന്നുണ്ടേ ഇവിടെ നിന്ന് മതിയായിട്ടില്ല. നാളെ മറ്റന്നാളും ക്ലാസ് ഇല്ലല്ലോ, ശനി ഞായറോ. അപ്പൊ വീണ്ടും ഘടന വരികയാണ്. അപ്പൊ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. ആ ഫോട്ടോ അതാ ഫോട്ടോ ഉണ്ട്, ആന്റി കാട്ടി തരാട്ടോ. ഇതാണോ കണ്ടേ? അതാ അതൊന്നാ കൂടുതൽ കാണിച്ചു തരും. കാണിച്ചു കൊടുക്ക് ആൾക്കാര്. ഒരു ഫോട്ടോ ആണ്. ഒക്കെ എഴുതി വെക്കണ്ടല്ലേ നമുക്ക് പേപ്പറിലൊന്നും ഒക്കെ എഴുതി വെക്കണം നമുക്ക്. ഇത് വേറെ ഫോട്ടോ നല്ല രസമുണ്ട്. രസമുണ്ടോ? ഇതെവിടെ വെക്കണ്ടേ കുന്തോ? ഇവിടെ ഇവിടെ ഫുള്ളായില്ലേ? ആ പൂവിന്റെ അടുത്തോ? പൂവിന്റെ അടുത്ത് വെക്കാന്. പിന്നെന്താ? പിന്നെ പാത്രങ്ങളാണ് കേട്ടോ. രണ്ട് പാത്രങ്ങൾ ഇങ്ങനെ പാത്രങ്ങള് കഴിഞ്ഞല്ലേ? പിന്നെ വേറൊരു പാത്രങ്ങളില്ല. ഇല്ലാത്ത ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ട് പേരെന്താണ് പാത്രത്തിന്റെ? ഞാൻ പൂസ ഒരു സമ്മാനോടെയും കാണിക്കാണ്ട് നമ്മളൊന്ന് ഷോർട്ടില് കാണിച്ചു. അത് എടുത്തോണ്ടേ അത് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കേ. ഇന്ന് നമ്മൾ ഷോർട്ടിൽ കാണിച്ചിരുന്നു കേട്ടോ. അത് ഫ്രണ്ട് തന്നതാണ്. ഇത് അതേപോലെ ഫ്രണ്ട് തന്നതാണ്. പാത്രം നമുക്കില്ലാത്തൊരു പാത്രം. വേറെ സമ്മാനം അതെല്ലാരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഷോർട്ടിൽ കാണിച്ചില്ലേ? പോണാക്കല്ലേ? വെള്ളം ഒഴിക്കട്ടെ. ഇത് നോക്കി വെള്ളാവോ? കുറച്ചിട്ടൊക്കെ വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കണം എന്നോട് പറഞ്ഞല്ലേ? വെച്ചിട്ട്
ഷോക്ക് അടിച്ചാതോ വെള്ളം മറി 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 കുന്താ. നോക്കടാ. രസല്ലേ രസണ്ടാ കാണാനേ കൊണ്ടുപോവാ ഇതേ രസണ്ടാ ഓഫാക്കി രാത്രി മഞ്ഞ് അപ്പൊ ലൈറ്റ് ഒന്ന് ഓഫാക്കിയാ രസമുണ്ട് ചുവപ്പ് നീല മഞ്ഞൊക്കെ ലൈറ്റ് രാത്രിയിലാവും ഭംഗിയിലാവും കേട്ടോ. അപ്പൊ നമ്മളെ വിശേഷം നമ്മൾ വെള്ളാന്ന് വിചാരിച്ചിട്ട് വെള്ളാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിരലിങ്ങനെ ഇട്ട് നോക്കും കേട്ടോ. പക്ഷെ വെള്ളമല്ല, അതിങ്ങനെ ഒരു പൈപ്പാണ് കേട്ടോ. ആ പൈപ്പ് ഇങ്ങനെ ഇറക്കി കൊടുത്തതാണ്. ചോരമ്മ നിൽക്കുകയാണെന്ന് കരുതല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ നമ്മുടെ പുതിയ വിശേഷമായിട്ട് പുതിയ വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.